ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറയുടെ അധ്യക്ഷതയിൽ 16/11/2024 ഡെർബിയിൽ ചേർന്ന ദേശീയ സമിതി യോഗം യുക്മയുടെ ഭരണഘടന പ്രകാരം കുര്യൻ ജോർജ്, മനോജ് കുമാർ പിള്ള, അലക്സ് വർഗീസ് എന്നിവരടങ്ങിയ 3-അംഗ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുകയും തിരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടത്തുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഇതിൻ പ്രകാരം നിയുക്തരായ യുക്മ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾ യോഗം ചേർന്ന് റീജിയണൽ നാഷണൽ ഇലക്ഷൻ 2025 തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്ന നടപടികൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യപടിയായി റീജിയണൽ തിരഞ്ഞെടുപ്പുകൾക്കുള്ള തീയതികൾ പ്രഖ്യാപിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനപ്രകാരം ആദ്യ ദിവസമായ ഫെബ്രുവരി 8 ശനിയാഴ്ച യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണിലും യുക്മ യോർക്ക്ഷയർ ആൻഡ് ഹംബർ റീജിയണിലും യുക്മ സൗത്ത് വെസ്റ്റ് റീജിയണിലും തിരഞ്ഞെടുപ്പുകൾ നടക്കും. രാവിലെയും വൈകുന്നേരവുമായിട്ടായിരിക്കും റീജിയനുകളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് ദിവസമായ ഫെബ്രുവരി 15 ശനിയാഴ്ച ഈസ്റ്റ് ആംഗ്ലിയ, ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് മിഡ്ലാൻഡ്സ്, സൗത്ത് വെസ്റ്റ് റീജിയനുകളിലും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ യുക്മ ഇലക്ഷൻ കമ്മീഷണർമാർ നേരിട്ടായിരിക്കും നടത്തുന്നത്. കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായി മാറും. മറ്റ് റീജിയനുകളിലെ തിരഞ്ഞെടുപ്പ് തീയതികൾ പിന്നീട് തീരുമാനിക്കുന്നതാണ്. റീജിയൻ ഇലക്ഷൻ അവസാനിക്കുന്ന മുറയ്ക്ക് ദേശീയ സമിതി തിരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കുന്നതാണ്. യുക്മയുടെ പുതിയ ഭരണസമിതികൾ എല്ലാ റീജിയനുകളിലും തുടർന്ന് ദേശീയ ഭരണസമിതിയും നിലവിൽ വരുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിക്കുന്നത്. യുക്മയുടെ അംഗ അസോസിയേഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ കൗൺസിൽ അംഗങ്ങളായിരിക്കും അതാത് റീജിയനുകളിലും ദേശീയ തലത്തിലും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം ഉണ്ടായിരിക്കുന്നത്. യുക്മ ഇലക്ഷൻ ഏറ്റവും നീതിപൂർവമായി നടത്തി പുതിയ ഭരണസമിതി നിലവിൽ വരുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നതായി യുക്മ ഇലക്ഷൻ കമ്മീഷണർമാരായ കുര്യൻ ജോർജ്, മനോജ് കുമാർ പിള്ള, അലക്സ് വർഗീസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.